വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. പുതിയൊരു ഷാർട്ട് ഓഫ് ഇറ്റ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ സമയം ഇപ്പോൾ 5:15 രാവിലെ തന്നെ നമുക്ക് എന്താണ് ഫുഡ് ഉണ്ടാക്കണമെന്ന് നോക്കാം. എന്തിനാണ് ഫുഡ് ഉണ്ടാക്കണമെന്ന് ഗൈസ്? അപ്പോൾ ഉപ്പാവണം കേട്ടോ, ഇതിൻ്റെ അകത്തുണ്ട് ഗൈസ്. ഗോതമ്പ് ഉപ്പാവണം കേട്ടോ, 100 ഗോതമ്പ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നമുക്കപ്പോഴത്തേക്ക് റെഡിയാവാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്, പോകാൻ റെഡിയായി. വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. രാവിലോട്ട് JCB കിടക്കുന്നു. ഇവിടെ റോഡ് പണിക്ക് വന്നതാണ്. ഇവിടെ റോഡ് സൈഡ് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. സമയം ഇപ്പോൾ എത്ര ആയെന്ന് അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ നോക്കിയില്ല. 6:15 ഗൈസ്. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. സ്റ്റീം ബോട്ടാണ് കേട്ടോ, വഞ്ചിയിലുള്ളത്. ഫസ്റ്റ് ഓർഡർ അടിച്ച സമയം എന്ന് പറയുന്നത് 8 മണിയായി. കറക്റ്റ് 8 മണിക്കാണ് ഓർഡർ അടിച്ചത്. ഗൈസ്, അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് ഏതോ ഒരെണ്ണം അവിടെ ഇരിക്കണം കേട്ടോ, ചെന്ന് നോക്കാം അല്ലേ. റെഡി ആയില്ല, അപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. രാവിലെ ഇവിടെ ചായയൊക്കെ ഉണ്ട്. ചായ ഉണ്ട് കേട്ടോ, ചായ ഉണ്ട്, കോഫി ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, ബനാന ഫ്രൈ ഉണ്ട്, വെട്ട് കേക്ക് ഉണ്ട്. ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 12:32 കേട്ടോ. ഓക്കെ, ഇപ്പോൾ 15 ഇടിയപ്പമാണ്. 15 ഇടിയപ്പം. കറിയില്ല, ഇടിയപ്പം മാത്രമേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ബോണക്കാട് പോയിരുന്നു കേട്ടോ. ചെറിയ ട്രിപ്പ് പോലെ പോയിരുന്നു. ബൈക്കിലല്ല, ബസ്സിലാണ് പോയത്. സംഭവം വേറെ കുഴപ്പമൊന്നുമില്ല. വീഡിയോ എടുത്തപ്പോൾ അത് ക്രാഷ് ആവണം. അപ്പം നമ്മൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ, അവിടെ നിന്ന് ആര് വീഡിയോ എടുത്താലും ഇങ്ങനത്തെ പ്രശ്നമുണ്ടെന്നാണ് പറയണം. അവിടെ പ്രേതം ഉണ്ടെന്ന്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഒരു പ്രേതത്തിനെ കണ്ടില്ല. ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. എത്താറായല്ല, എത്തി. ഇനി ഒരു 150 മീറ്ററും കൂടെ ഉള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ് അകത്തോട്ട് കയറി പോകണം കേട്ടോ. അതുകൊണ്ട് ഈ വഴിയേ പട്ടാണി റോഡ്, പട്ടാണി ലൈൻ ഇങ്ങോട്ടാണ് കാണിക്കണേ. ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് വീട് കേട്ടോ, 161. കസ്റ്റമർ കാണാനില്ല കേട്ടാ, പട്ടി ഉണ്ടെന്ന് തോന്നുന്നു. ശരി, ഓക്കെ ഗൈസ്. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞ് 33 രൂപ 83 പൈസയാണ് കിട്ടിയത് ഗൈസ്. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പുറം റെസ്റ്റോറൻ്റ് ആണ്, നമ്മളെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ കേട്ടോ, പാളയം. മറ്റേ മുത്തുമാരിയമ്മൻ ക്ഷേത്രമില്ലേ, ആ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ്. ഗൈസ്, അപ്പോൾ ബോണക്കാട് പോയതിന്റെ ബാക്കി കാര്യം പറഞ്ഞില്ലല്ലേ. അപ്പൊ ബോണക്കാട് പോയി ചേട്ടാ, പോയി വീഡിയോ എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട സമയത്ത് ഇത് ക്രാഷ് ആവണം ഒരുമാതിരി, ഈ ബ്ലറാവണം ഒരുമാതിരി. അത് എന്തിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ എടുത്ത വീഡിയോ എടുത്ത FPS കൂടിപ്പോയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. 1080p 60 FPS ഞാൻ എടുത്തത്. പക്ഷെ ക്രാഷ് ആവുന്നുണ്ട്. പിന്നെ നമ്മളെ ബംഗ്ലാവില്ലേ, ബംഗ്ലാവിന്റെ ഉള്ളിൽ എടുക്കുന്ന വീഡിയോ ആണ് ക്രാഷ് ആവണം. എല്ലാ ഭാഗവും അല്ല, ചില ഭാഗങ്ങൾ. ഗായ്സ്, അപ്പൊ ബോണക്കാട് പോയതിന്റെ ബാക്കി കാര്യം പറഞ്ഞില്ലല്ലേ. അപ്പൊ ബോണക്കാട് പോയി ചേട്ടാ, പോയി വീഡിയോ എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട സമയത്ത് ഇത് ക്രാഷ് ആവണം ഒരുമാതിരി, ഈ ബ്ലറാവണം ഒരുമാതിരി. അത് എന്തിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ പാളയം മാർക്കറ്റാ, ഇവിടെ നേരെ പോണം. അപ്പൊ അங்கே ഒരു റൗണ്ട് ബോട്ട് ഇരിക്കും, യൂണിവേഴ്സിറ്റിയിലെ ഓപ്പോസിറ്റ് റൗണ്ട് ബോട്ട് ഇരിക്കും. അവിടെ നിന്ന് റൈറ്റ് പോയിട്ട് റൈറ്റ് നേരെ തിരുമ്പിയ ലെഫ്റ്റ് ഒരു ചിന്ന റോഡ് ഇരിക്കും, അത് നേരെ പോയാൽ മതി. അതാപ്പാ, അതാണ് പാളയം മാർക്കറ്റ്. അതുക്കുള്ള
ആ ഇങ്ങ പോയിട്ട് ലെഫ്റ്റ് അകത്തോട്ട് വഴി കയറി. നമ്മൾ സെക്രട്ടേറിയറ്റ് അവിടെ എത്തി. ഇവിടെ നിന്ന് ഷോർട്ട് കട്ട് പിടിക്കാൻ കേട്ടോ. ഇങ്ങോട്ട് ഇതിലേ കയറിപ്പോ. അവിടെ സിഗ്നൽ വീണു. അപ്പൊ ഇതിലേ കൂടെ നമുക്ക് കയറി നൈസായിട്ട് കയറി പോവാം. നമുക്കിനി 700 മീറ്റർ കൂടെ ഉള്ളൂ ഗാന്ധാരി എന്ന് ശ്രീ ഗുരുവായൂരപ്പ റെസ്റ്റോറൻ്റ് നമുക്ക് പോവാനുള്ളത്. ഓക്കെ കമോൺ. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ. ആ റൈറ്റ് സൈഡ് കാണുന്ന ബിൽഡിംഗ് ആണ്. അപ്പൊ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഗൈസ് ഇത്രയും സമയം ഫുഡ് അവിടെ വെച്ചിരുന്ന കേട്ടോ. ഒരു 15 മിനിറ്റ് റെഡി വന്നില്ല. ഞാൻ സംശയം തോന്നി ചെന്ന് നോക്കിയപ്പോഴാണ് പിടി കിട്ടിയത്. ഗൈസ് ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എഗ് റോസ്റ്റ് ആണ് കൊടുക്കാനുള്ളത്. കേശവാസൂരാണ് കേട്ടോ. അങ്ങോട്ടാണ് റൂട്ട് കാണിക്കണം. ഇവിടുന്ന് 5.3 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇതാണ് ഇതുണ്ടല്ലോ നിയമസഭാ മന്ദിരം. ഗൈസ് അപ്പം രാവിലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, മറ്റേ ബോണക്കാട് പോയ കാര്യം. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനെയാണ് പറയണേ, ക്രാഷ് ആവും എന്നാണ് പറയണേ. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഗൈസ് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകാനുള്ളത്. ദേവസ്വം ലൈനിലാണ് പോകാനുള്ളത് കേട്ടോ. ടെസ്റ്റർ പോണ ഇവരെ കുറച്ചുകൂടെ മുന്നോട്ട് ഇട്ടിരുന്നെങ്കിലേ പാർക്കിംഗ്. കടയിലെ ഫ്രണ്ടിൽ തന്നെ ഇട്ടേക്കുന്ന കേട്ടോ. അവിടെ ചായ കുടിക്കാൻ വന്നേരിക്കും. നമുക്ക് ഇവിടുന്ന് ഒരു 550 മീറ്റർ കൊണ്ടേ ഉള്ളൂ. ഗൈസ് നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. 93A ആണ് കേട്ടോ. 93A. ഇങ്ങോട്ടല്ലേ പോവാനുള്ള? ഇങ്ങോട്ടല്ലേ പോവാനുള്ളത്? റോഡ് വഴിയാണ് കയറിക്കുന്നത്. ശരി ഓക്കെ. ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എഗ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. 56.79 കിട്ടിയത്. അപ്പൊ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറഞ്ഞാൽ വൈഗ സോട്ടുപുരയാണ് കേട്ടോ. ഇവിടുന്ന് 3.7 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ കിങ്സിന്റെ സൈഡിൽ ഇരിക്കുന്ന കട. ഗൈസ് നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പൊ റൈറ്റ് സൈഡ് കാണുന്നതാണ് കേട്ടോ വൈഗ സോട്ടുപുര. അതിന്റെ അപ്പുറത്താണ്, തൊട്ടപ്പുറത്താണ് കിങ്സ്. നമുക്ക് ഇവിടെ ഒതുക്കാം. ഒതുക്കിയിട്ട് പെട്ടെന്ന് ഫുഡ് എടുക്കാം. ചേട്ടാ ഇതിന്റെ പേരെന്തേത്? ഇലവാങ്ക? അലവാങ്ക്. ഗൈസ് അപ്പൊ അലവാങ്ക് രാവിലെ കണ്ടു കേട്ടാ. 61.38 എടുത്തേ. 61.38. ഗൈസ് അപ്പം ഐറ്റം കിട്ടിയിട്ടുണ്ട്. പൂരി സെറ്റ്, ഇഡലി സെറ്റ്, മസാല ടീ, സാധാ ടീ ആണ് കേട്ടോ. അപ്പൊ ഇപ്പൊ കണ്ട സാധനത്തിന്റെ പേര് അലവാങ്ക് എന്നാണ് കേട്ടോ. ഞാൻ നേരത്തെ ഇലവാങ്ക് എന്ന് പറഞ്ഞ് അലവാങ്ക് എന്നാണ് എന്റെ പേര്. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചു കേട്ടോ. ഒരു ദിവസം ഞാൻ വാങ്ങിച്ചു ഇതുപോലെ പാപ്പനും. സംഭവം എന്ന് പറഞ്ഞാലേ നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പരത്തിയതല്ല. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ നമ്മളെ ഗോതമ്പ് ഓട പോലെ ഇരിക്കും. ഈ ഉള്ളിവട മൈദയിൽ ഉണ്ടാക്കാതെ ഗോതമ്പിൽ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും? ഏകദേശം അതേപോലെ ടേസ്റ്റ്. പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ. നമ്മളെ സ്ഥലത്തുള്ള സാധനം എന്നാണ് പറഞ്ഞത്. ട്രിവാൻഡ്രത്തുള്ള ഐറ്റം എന്നാണ് പറഞ്ഞത്. ഏകദേശം ഫുഡ് കൊടുക്കാണെന്ന് പറയുന്നത് കുമാരപുരമാണ്. ഗോകുലം എന്നാണ് ഇട്ടേക്കുന്നത്. ഗോകുലം മെഡിക്കൽ കോളേജ് അല്ലല്ലേ? അത് ഇവിടെ അല്ലേ? പോത്തങ്കോട് കണ്ടല്ലേ? ഗോകുലം എന്നാണ് ഇട്ടേക്കുന്നത്. വീട്ടു പേരായിരിക്കും. നമ്മൾ സ്ട്രേറ്റ് ആ വെക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിൽക്കുന്നത് കുറവണം ജംഗ്ഷനിലാണ് ഇപ്പൊ എത്തിയത്. അണ്ണാ ഒന്ന് പോയ അണ്ണാ. അണ്ണ ആളുണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ ഇവിടെ 3.3 കിലോമീറ്റർ ഉണ്ട് പോവാനുള്ളത്. കുമാരപുരമാണ്. നേരത്തെ പറഞ്ഞു തോന്നല്ലേ? കുഴപ്പമില്ല, ഒന്നുകൂടെ പറഞ്ഞേ.
ഈ വളവിലൊക്കെ ഇങ്ങനെ വണ്ടി വിട്ടിരുന്ന ഭയങ്കര വിഷയമാണ് കേട്ടോ. അണ്ണാ സെന്റർ പിടിച്ച് പോവാതെ സൈഡ് പോകണ സ്ലോ ആയിട്ട്. അയ്യോ, സെന്റർ പിടിച്ച് പോകണം. സെന്റർ പിടിച്ച് പോയാൽ സ്പീഡിന് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ സൈഡ് പോകണം, മറ്റുള്ള വണ്ടിക്ക് പോകാനുള്ള. അപ്പൊ ശരിയെന്നാ. ഓർഡർ എടുത്താൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല, സ്റ്റക്കായി നിൽക്കാം, ഓർഡർ വരൂല, അങ്ങനെയൊക്കെ കുഴപ്പമുണ്ട്. നമ്മൾ സൊമാറ്റോയിലെ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇല്ല, നേരിട്ട് കിട്ടൂല, വേറെ 1-2 ലിങ്ക് കയറിയാലേ കിട്ടുള്ളൂ. പക്ഷെ ഷാഡോ എന്നുണ്ടെങ്കിൽ നമ്മൾ ഷാഡോ ഒന്ന് നമ്മളെ ഇതില് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. ഗൈസ് അപ്പം അവിടെ അല്ല കേട്ടോ, സൗത്ത് ഇന്ത്യൻ ബാങ്കുള്ള ആ ബിൽഡിംഗ് അല്ല, ഇവിടെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് കൊണ്ട് കൊടുക്കാം. ഫോണ് ബൈക്ക് വെച്ചിരിക്കണേ, അവനെങ്കിലും അടിച്ചുകൊണ്ട് പോകും. ചില സമയത്ത് നമുക്ക് പിന്നെ സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ബൈക്ക് വെച്ചുകൊണ്ട് പോകും കേട്ടോ, അതാണ് വിഷയമായി പോണ. ചിലപ്പോൾ പണി കിട്ടും, ചിലപ്പോൾ കുഴപ്പമില്ല. ശരി, ഓക്കെ. പൈസ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 43 രൂപ 28 പൈസയാണ് കേട്ടോ കിട്ടിയത്. അപ്പൊ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബ്രെഡ് ലൈൻ ബേക്കേഴ്സ് വഴുതക്കാടാണ് കേട്ടോ. ഇവിടുന്ന് 3.3 കിലോമീറ്റർ ഉണ്ട്. അതേസമയം കൊച്ചൂർ റോഡ് വഴിയാണ് പോകാനുള്ളത് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകാനുള്ളത്. അതേസമയം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. 48, 44. ഓക്കെ, കേക്കാണ്. ബ്ലൂബെറി കേക്ക് 500 ഗ്രാം. ഗൈസ് കൊടുക്കാനുള്ള പഴവങ്ങാടിയാണ് കേട്ടോ. ഇവിടുന്ന് 5.4 കിലോമീറ്റർ ഉണ്ട്. പഴവങ്ങാടിയിൽ ബ്ലൂ ലൈൻ അപ്പാർട്ട്മെന്റ് അങ്ങനെ എന്തോ പറയുന്ന ഒരു അപ്പാർട്ട്മെന്റ് കേട്ടോ. റോഡ് നന്നാക്കിക്കൊണ്ട് അടിപൊളിയായിട്ട് പോവാം. 50 പോവാം കേട്ടോ. ഇവിടെ 50 കിലോമീറ്റർ സ്പീഡിൽ പോവാം. സൂപ്പർ റോഡായി കേട്ടോ, പൊളി. ഇതില് ഇപ്പൊ ഈ റോഡിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഈ സൈഡിൽ പാർക്ക് ചെയ്യുന്നതിന് വിഷയം. അപ്പൊ അതും കൂടെ റെഡിയായ സെറ്റപ്പ് ആവും. നല്ല റോഡ് തന്നെ, പക്ഷെ പാർക്കിങ് വണ്ടികൾ ഇങ്ങനെ അടുപ്പിച്ച് റോഡിലോട്ട് ഇറങ്ങി പാർക്ക് ചെയ്യുമ്പോഴേ അത്ര സ്പേസ് അവിടെ കുറയും. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള വിഷയം. റോഡ് കിടുക്കാച്ചി, റോഡിന് കിടുക്കാച്ചി. 50 കിലോമീറ്റർ സ്പീഡിൽ പോവാം. ഇത് കാണാനില്ലാതിരുന്ന റെസ്റ്റോറന്റ് ആണ് കേട്ടോ, MRA. പണ്ട് എവിടെയോ ഉണ്ടായിരുന്നു, പാളയത്ത് എവിടെ. ഗീവ് വേൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ വേ തരുന്നില്ല, എന്ത് ചെയ്യും? നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത്. റോഡ് കിടിലമാക്കി കേട്ടാ. സ്പേസ് ശകലം കുറവാണ് റോഡിന്, കുഴപ്പമില്ല. ഞങ്ങളിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റൂല. കണ്ടാ, ഇത് കണ്ട പാർക്ക് ചെയ്തിട്ട് എങ്ങനെ കണ്ടാ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, വേറെ പാർക്കിംഗ് ഇല്ല അവിടെ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കിയിട്ടിട്ട് ഈ സൈഡിൽ പാർക്കിംഗ് കൂടെ ഭയങ്കര വിഷയമാണ്. തമ്പാനൂർ ഫ്ലൈ ഓവർ എത്തിയേട്ടാ. റൈറ്റ് പോയാ റെയിൽവേ സ്റ്റേഷൻ. പോയിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോയാലോ, ട്രെയിനുണ്ട്, കയറിയും പോയാലോ. വേട്ടക്കൊരു മകൻ ക്ഷേത്രമല്ലേ, വേട്ടക്കൊരു മകൻ. ഓക്കെ, അത് തന്നെ, കറക്റ്റ് തന്നെ. അമ്പലത്തിന്റെ അവിടെ എത്തിയേട്ടാ. ദേവസ്വം ബോർഡിന്റെ അമ്പലമാണോ? ഓ, അത് ശരി, ട്രസ്റ്റ് ആണ്. അപ്പൊ ആ അമ്പലത്തിന്റെ ഫ്രണ്ടൊക്കെ നല്ല ശാന്തത ഉണ്ട് കേട്ടാ, നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. വെയിലും ഇല്ല, ആൾമരം നിൽക്കണോണ്ടേ. ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മാപ്പ് കാണിക്കുന്നത് കേട്ടാ. പിന്നെ വഴി തെറ്റിയാ.
നേരത്തെ ഒരു സെറ്റ് കറങ്ങി വന്നേ ഉള്ളൂ. അയ്യോ. കൈസഭ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഈ ബീക്കന്റെ ഫ്ലാറ്റ് ആണ് കേട്ടാ. ഇവിടെ വണ്ടി വെക്കാം. കൈസഭ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. 4B1 ആണ് കേട്ടാ. എവിടെ 4B1 ശരി. ഗൈസ് അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് 67-55 പൈസയാണ് കേട്ടോ കിട്ടിയത്. ഗൈസ് അപ്പോൾ സമയം എന്ന് പറയണത് ഇപ്പോൾ 2:36 കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. ഫുഡ് എന്ന് പറയണത് മറ്റേ നമ്മളെ ഇലയപ്പം ഇല്ലേ, ഇലയപ്പവും ഇലയപ്പവും പിന്നെ കപ്പപ്പഴമാണ് കേട്ടോ ഇന്നത്തെ ഫുഡ്. ഞാൻ ഒരു കടയിൽ ചെന്ന് 3 കപ്പപ്പഴം ചോദിച്ചു. സംഭവം നല്ല പഴുത്തായിരുന്നു. പുള്ളി ഒരു 4-5 എണ്ണം അറുത്ത് ഇതിൽ വെച്ചിട്ട് പറഞ്ഞ് കുഴപ്പമില്ല 30 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. നല്ല പഴുത്തു പോയി കേട്ടോ. പിന്നെ അവർക്ക് പിന്നെ ഉപയോഗമില്ല, കഴിക്കാനേ പറ്റുള്ളൂ. നല്ല പഴുത്തു പോയി. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചതെന്ന് പറയണത് സ്വീറ്റ് സ്പൈസി ആണ്. ഇവിടുന്ന് റൈറ്റ് കയറുമ്പം ഓപ്പോസിറ്റ് കാണുന്നത് കേട്ടോ. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ബീഫ് ബിരിയാണി കൊടുക്കാനുള്ളത് ഉദയനല്ലൂരാണ് കേട്ടോ, എടപ്പഴിഞ്ഞ്. ഇവിടുത്തെ 4.9 കിലോമീറ്റർ ഉണ്ട്. നേരെ വിട്ടുപിടിക്കാം. ഫുഡെല്ലാം കഴിച്ചോണ്ടേ ഒരു നല്ല ഉഷാറുണ്ട് കേട്ടോ വർക്ക് ചെയ്യാൻ. ഗൈസ്, ഈ പാലത്തിനടിയിൽ കൂവിയിട്ടുള്ള എത്ര പേരുണ്ട് കമന്റ് ചെയ്യണേ. ഞാൻ കൂവി കേട്ടോ. ഞാൻ കൂവി. നിങ്ങൾ കൂവിച്ചുണ്ടെ പറയാം കേട്ടോ. ഗൈസ്, ഇതാണ് പാസ്പോർട്ട് കേന്ദ്രമുള്ള സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാണ് പാസ്പോർട്ട് എടുക്കുന്നത്. ഞാൻ ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പൊ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് പറഞ്ഞു തരുകയാണ് കേട്ടോ. നാളെ 1-2 പേര് എന്നെ ചോദിച്ചു. ഇവിടെ റൈറ്റ് സൈഡിലാണ് പാസ്പോർട്ട് എടുക്കണേ. അതിന്റെ ഓഫീസ് അവിടെയാണ് കേട്ടോ, പാസ്പോർട്ട് കേന്ദ്ര. ഗൈസ്, ലൊക്കേഷൻ എത്തി. കസ്റ്റമറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, കസ്റ്റമറിനെ കണ്ടു കേട്ടോ. ശരി, ഓക്കെ. ശരി. ഇത് 59 രൂപ 99 പൈസയാണ്. ഗൈസ്, അപ്പൊ സമയം ഇപ്പൊ കറക്റ്റ് എന്ന് പറയണത് 7:26 ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഓറം എന്ന് പറയുന്നത് ഹോട്ടൽ ചിന്നൂസ് ആണ്. ഗൈസ്, അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹോട്ടൽ ചിന്നൂസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 2.4 കിലോമീറ്റർ ഉണ്ട്. നോക്കാം. ഗൈസ്, ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് കേരള പൊറോട്ടയും വെജിറ്റബിൾ കുറുമയാണ്. ശകലം ഗ്യാപ്പ് വന്നത് ഞാൻ പോയനെ. ഗ്യാപ്പ് വന്നെങ്കിൽ ഞാൻ പോയനേട്ടാ. ഗൈസ്, അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇന്നൊരു 100 മീറ്റർ കാണിക്കാനേട്ടാ. റോഡൊക്കെ മോശമാണല്ലേ, എല്ലാം കുത്തി പൊളിച്ചിട്ടേയാണല്ലേ. ഗൈസ്, 53 രൂപയാണ് കേട്ടോ കിട്ടിയത്. 53 രൂപ 28 പൈസയാണ് കിട്ടിയത്. ഗൈസ്, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറയുന്നത് മെക്ഡോണൾഡ്സ് ആണ് കേട്ടോ, നമ്മളെ ക്യാഷ് ഹൗസ് പോലത്തെ. അപ്പൊ ഫുഡ് റെഡി ആയിട്ടുണ്ട്. രാത്രി വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല അടിപൊളിയായിട്ട് പോവാം. അടുത്ത ഓർഡർ നമുക്ക് മെക്ഡോണൾഡ്സിൽ ചെന്ന് പെട്ടെന്ന് എടുക്കാം.
ഗൈസ് അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡാണ് മുരളിയ പാല് കേട്ടോ. മുരളിയ അടച്ചാ? അല്ല അടച്ചില്ല. മുരളിയ പാൽ നമുക്ക് ഇഷ്ടംപോലെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം എനിക്ക് ഏകദേശം 10 ബോട്ടിൽ 10 ലിറ്റർ അടുപ്പിച്ച് എനിക്ക് കൊണ്ടുപോകാൻ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആടാ വിളിച്ചിട്ട് മൈൻഡ് പോലും ചെയ്യില്ലേ. ഫുഡ് റെഡിയാണ്. ഹലോ 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 2669 2669 ഗൈസ് അപ്പോൾ ഫുഡ് കിട്ടിയിട്ടുണ്ട്. 2669 യെസ് ഗൈസ്. അപ്പോൾ ഐറ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിഗ് സ്പൈസി ചിക്കൻ വാർഫും മെക്കറോൾ സാലു ടിക്ക ബർഗറും. ഗൈസ് കൊടുക്കാനുള്ള ഉള്ളൂരാണ് കേട്ടോ. ഇവിടുന്ന് 2.1 കിലോമീറ്റർ ഉള്ളൂ. അടുത്ത് തന്നെ കേട്ടോ. ഇതൊക്കെയാണ് ഓർഡർ. ഇതൊക്കെയാണ് ഓർഡർ. അല്ലാതെ അടിച്ച് 10-15 കിലോമീറ്റർ അല്ല ഇവിടെ ഉള്ളത്. ഷാഡോ ഫെക്സിൽ നമുക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കണം, അല്ലെങ്കിൽ എത്ര കൂടുതൽ ഓർഡർ എടുക്കണം, അതിനനുസരിച്ചാണ് മിനിമം ക്യാരറ്റി. അപ്പോൾ ആ ലെവലിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഗൈസ് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. വൈകുന്നേരം എല്ലാവരും ഇറങ്ങും. ഞായറാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരം എല്ലാവരും ഇറങ്ങും. അതാണ് ഇത്ര തിരക്ക്. ഗൈസ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 700 മീറ്ററും കൂടെ ഉള്ളു കേട്ടോ. നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 47 രൂപ 39 പൈസയാണ് കിട്ടി കേട്ടോ. ഗൈസ് നമുക്ക് കഴിഞ്ഞ ദിവസം ഷാഡോ ഫെക്സിൽ ഓടിയതിൽ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 1149 രൂപയാണ്. 20 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ക്യാൻസലായിപ്പോയി കേട്ടോ. ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ക്യാൻസലായി, ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി. അല്ലെങ്കിൽ 21 ഓർഡർ കിട്ടീനെ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത ടൈം എന്ന് പറയുന്നത് 14 മണിക്കൂറാണ് കേട്ടോ. രാവിലെ 7 ടു രാത്രി ഒരു 11 മണിയൊക്കെ ആയി ഗൈസ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഷാഡോ ഇതിൻ്റെ 20 ഓവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്തിട്ട് അടുത്ത് സൊമാറ്റോ ഓടിയിട്ടുണ്ട്. സൊമാറ്റോ കുറച്ച് ഓടി. പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 450 രൂപയാണ്. പിന്നെ ഒരു 80 രൂപ ഫുഡിനും കൂടെ ആയിട്ടുണ്ട്. ടോട്ടൽ പെട്രോളും എക്സ്പെൻസ് എല്ലാം പോയിട്ട് ഫുഡിൻ്റെ എല്ലാം കൂടെ പോയിട്ട് 1205 രൂപയാണ് നമ്മളെ ടോട്ടൽ ഏണിങ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.